സാറേ, എന്താണ് നമ്മുടെ സ്പൈനിലെ കീഹോൾ സർജറി? സാധാരണ ചെറിയ മുറിവിലൂടെ നടത്തുന്ന സർജറികൾക്കാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. സ്പൈനിലും നമുക്ക് അങ്ങനെ സർജറി ചെയ്യാം. ട്യൂബുലാർ റിട്രാക്ടർ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി സ്പൈൻ സർജറി അങ്ങനത്തുള്ള രീതികളിലൂടെ നമുക്ക് ചെറിയ ഒരു ട്യൂബ് വഴിയോ ചെറിയൊരു എൻഡോസ്കോപ്പ് കടത്തിവിട്ടോ സ്പൈനിലെ സർജറി നടത്തും. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന സർജറികൾക്കാണ് പൊതുവെ കീഹോൾ സ്പൈൻ സർജറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കീഹോൾ സർജറി ഓപ്പൺ സർജറി തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മുറിവ് ചെറുതായതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഓപ്പറേഷന് ശേഷമുള്ള വേദന കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. അപ്പോൾ ഇവരുടെ റിക്കവറി കുറച്ചുകൂടി പെട്ടെന്നായിരിക്കും. പലപ്പോഴും ഓപ്പറേഷൻ്റെ അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് പേഷ്യൻസിനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കാൻ പറ്റും. അപ്പോൾ പൊതുവേ ഈ ഓപ്പറേഷൻ്റെ മുറിവിൻ്റെ സൈസുകൾ കുറവായതുകൊണ്ട് തന്നെ ബ്ലഡ് ലോസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറവായിരിക്കും. പൊതുവേ മറ്റ് സർജറി ഓപ്പണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കീഹോളിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് റിക്കവറി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പെട്ടെന്നായിരിക്കും.